സൂപ്പർ കൺമണിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ അലിഗയിൽ പോകരുതെന്ന് പറഞ്ഞതിന് ശേഷം മനോജ് കൺമണി പറഞ്ഞതിനെ പറ്റി ധനലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട്. അവൾ BR ഡിസൈനിൽ ജോയിൻ ചെയ്യില്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അവൾ കൊന്നാലും അലിഗ വിട്ട് വരില്ലെന്നാണല്ലോ പറഞ്ഞതെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് കലിമൂത്ത് കൊന്നേക്കണം അവളെ എന്ന് ധനലക്ഷ്മി മനോജിനോടായിട്ട് പറയുന്നുണ്ട്. അവൾ BR ഡിസൈനിൽ വരാൻ തയ്യാറായില്ലെങ്കിൽ ബലരാമൻ സാറിനോട് എന്ത് പറയും ഞാൻ? എൻ്റെ ജോലി പോകില്ലേ? മാത്രമല്ല ആ പണം എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നും മനോജ് ധനലക്ഷ്മിയോട് പറയുമ്പോൾ അതിനൊക്കെ മാർഗമുണ്ട് മനോജ് ചേട്ടാ, ആ വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് ധനലക്ഷ്മി. ആ പ്ലാൻ എന്താണ് എന്നുള്ള കാര്യമൊന്നും നമ്മളോട് പറയുന്നില്ല കേട്ടോ. അതൊക്കെ നാളത്തെ എപ്പിസോഡിൽ മാത്രമേ അറിയാനായിട്ട് കഴിയൂ. പക്ഷേ ഇത് കേൾക്കുന്ന സുലോചനയും മറ്റ് രണ്ടുപേരും ഇതാണല്ലേ എന്നിട്ട് പ്ലാൻസ് എന്ന് ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ബലരാമൻ മനോജിനെ വിളിച്ച് ഉറപ്പായും BR ഡിസൈനിൽ കൺമണിയെ ജോയിൻ ചെയ്യിപ്പിക്കണമെന്നും അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നു എന്നും പറയുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മനോജിന് ജോലി നഷ്ടപ്പെടുമെന്നുള്ളൊരു വാണിംഗും ബലരാമൻ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട മനോജ് ആകെ തകർന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൺമണിയാണെങ്കിൽ താൻ അലിഗ വിട്ട് പോകില്ല എന്ന ദൃഢപ്രതിജ്ഞ തന്നെ മനസ്സിലെടുക്കുന്നുണ്ട് ഇതേ സമയം. അങ്ങനെ സൂപ്പർ കൺമണിയുടെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്